ആരെങ്കിലും ബീഫ് കഴിച്ചില്ലെങ്കിൽ അവരൊക്കെ BJP-കാരാണെന്ന് പറയുന്ന കുറെ നാണം കെട്ട ആളുകളുണ്ട്. നമ്മുടെ ആ ബീഫ് ഇപ്പം കഴിക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുക, നിർബന്ധിച്ചാലും കഴിക്കാത്തവരെ അവർ നീ BJP-കാരിയാണെന്നൊക്കെ ചോദിക്കുക എന്നൊക്കെ ചില രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയാൻ കാരണം പക്ഷെ ഇന്ന് ഷിയാസ് കരീം എന്ന് പറയുന്ന ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഈ റിയാലിറ്റി ഷോകളിലൊക്കെ വന്നു പോകുന്ന ഒരു ആളുണ്ട്. അയാളെ കുറിച്ച് കുറെ നാളുകളായി കുറെ വിവാദങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ന് വരുന്ന ഒരു വാർത്ത, പാലാരിവട്ട സ്റ്റേഷനിൽ ഒരു യുവതി പരാതിയുമായി ചെല്ലുന്നു. 65 ലക്ഷം രൂപ അവരിൽ നിന്ന് തട്ടിച്ചെടുത്തു. ആ പെൺകുട്ടിയെ പിന്നെ ലൈംഗികമായി ഉപയോഗിച്ചു. അതിനുശേഷം അത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ഏറ്റവും ക്രൂരത. പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയോട് പറയുകയാണ്, നിന്റെ നഗ്ന ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട്, അത് മുഴുവൻ ഞാൻ പോൺ സൈറ്റിലിടും എന്നാണ് പറഞ്ഞ് അതിനെ ഭീഷണിപ്പെടുത്തിയത്. എന്നിട്ട് അതിൽ നിന്ന് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി. ഇയാള് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലെ വിന്നറായ അനുമോൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ പങ്കെടുക്കാൻ പോയപ്പോൾ ആ പെൺകുട്ടി ബീഫ് കഴിച്ചില്ല. കഴിക്കാത്തതിന് ഇയാൾ നീ BJP-കാരിയാണ്. ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ബീഫ് വേണ്ട, ഞാൻ ബീഫ് കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ നീ BJP-കാരി ആയതുകൊണ്ടാണ് ബീഫ് കഴിക്കാത്തത്, മര്യാദയ്ക്ക് ബീഫ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് ഈ പെൺകുട്ടിയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അത് ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു. യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താണ് വിചാരിക്കുന്നത്? BJP-യും ബീഫും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഈ സ്ത്രീകളെ ഇങ്ങനെ ലൈംഗികമായി ഉപയോഗിക്കുക, ചൂഷണം ചെയ്യുക, എന്നിട്ട് അവരുടെ കുറച്ച് നഗ്ന വീഡിയോസ് ഉണ്ടെന്ന് കാണുമ്പോൾ ഈ സമൂഹത്തിൽ കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടെന്ന് കരുതി അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, എന്നിട്ട് അവർ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് സൈബർ ലോകത്തിടുക. ഇതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തെയാണ് ഈ അടുത്ത കാലത്ത്. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ എന്താണ് പക്ഷെ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ ഈ ആളുകളെ ചെയ്യേണ്ടത്? ആദ്യം ഈ ക്രൈമിനെ കുറിച്ചൊക്കെയുള്ള പ്രൈമറി അവയർനെസ് എല്ലാവർക്കും ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ ആളുകൾക്ക് ബോധം കുറവാണല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ സൈബർ ലോകത്ത് ഇപ്പൊ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? സൈബർ ലോകത്ത് നമ്മൾ ഒരു ഇന്റിമസി ഉണ്ടെങ്കിൽ, അടുപ്പം ഉണ്ടെങ്കിൽ എല്ലാം തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ മക്കളും എല്ലാവരും ആദ്യം മനസ്സിലാക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെക്കാൾ നന്നായി നമ്മുടെ കുട്ടികൾക്ക് അറിയാം, സൈബർ ലോകത്ത് സ്വകാര്യങ്ങളില്ല, എല്ലാം പരസ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ആകെയുള്ള സ്വകാര്യം എന്ന് പറഞ്ഞ താക്കോൽ എന്താ? ഒരു പാസ്വേഡാ. അത് ഡീകോഡ് ചെയ്യാൻ അറിയാവുന്ന ഒരു മനുഷ്യന്റെ കൈ കിട്ടിയാൽ തീർന്നു. അത് എല്ലാം അങ്ങനെയാണ് ഡീകോഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ധന്യക്ക് അറിയാലോ, നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ഡിവൈസാണ് മൊബൈൽ ഫോൺ. നിങ്ങൾക്ക് പേ ചെയ്തും അല്ലാതെ ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് അതിനകത്തെ എല്ലാ ആപ്പുകളും. അതിനകത്ത് നിങ്ങൾക്ക് തന്നെ കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു ആപ്പിന്റെ പേരെന്താണെന്നറിയോ? ഹൗ ടു ഹാക്ക് എ ഫോൺ. ഒരു മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ കാശ് കൊടുത്താൽ ഒരു ആപ്ലിക്കേഷനുകളെ പഠിപ്പിച്ചു തരും. നിന്നെ ഹാക്ക് ചെയ്യാൻ നീ തന്നെ പഠിച്ചു. ഇതാണ് കാര്യം. അത് ആദ്യം മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെയുള്ള അന്ധവിശ്വാസം മനസ്സിലാക്കുക. ഞങ്ങളുടെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അടുത്ത് ചെന്നിട്ട് ഒരിക്കൽ എല്ലാവരും പറഞ്ഞു, ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്താൽ വലിയ അപകടമാണ്, അവർ സൈബർ കേസിൽ കുടുങ്ങുന്നു. ഞാൻ ഒരു കൊല്ലം പോയിട്ട് ഞങ്ങളുടെ SP-യോട് ചോദിച്ചു, സാറേ ഈ സൈബർ കേസുകൾ എത്രയുണ്ട്? അപ്പോൾ അക്കൊല്ലത്തെ സൈബർ കേസുകൾ 2000-ലേറെ കേസുകൾ പറഞ്ഞു. എൻ്റെ ഒരു കൗതുകത്തിന് സാറേ, ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇതിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്രയുണ്ട്? കുട്ടികൾ നന്നേ കുറച്ചേ ഉള്ളൂ, 10-20 താഴെയുള്ളൂ കുട്ടികൾ. അപ്പോൾ എന്നിട്ട് ആരാന്നറിയോ കൂടുതൽ? സൈബർ കേസിലെ പ്രതികൾ ആരാ? 40 കഴിഞ്ഞ അമ്മമാരാണ് കൂടുതൽ, അച്ഛന്മാർ ഒട്ടും മോശം. ഇതെങ്ങനെ സംഭവിക്കുന്നു? സ്ത്രീകളാണ് കുറച്ചുകൂടെ വീഴ്ത്താൻ എളുപ്പം. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നീ പറഞ്ഞാണ് ശരി, സ്ത്രീകൾ വീണു പോകുന്നു. ഒന്ന്. രണ്ടാമത്തെ കുഴപ്പം എന്താണെന്നറിയോ? ഈ വീണു പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസ് എന്താ? മുഖമില്ലാത്ത ആളുകളോട് ചാറ്റ് ചെയ്തിട്ട്, ഫേക്ക് ഐഡികളോട് ചാറ്റ് ചെയ്തിട്ട് വന്ന് കാണുമ്പോഴാണ് ഇവന്റെയൊക്കെ സ്വകാര്യമായിട്ട് കാണാൻ തീരുമാനിക്കുന്നു. വരുമ്പോഴാണ് ഇവന് കൈയില്ല, കാലില്ല, കണ്ണില്ല എന്ന് മനസ്സിലാവുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് എന്താണെന്നറിയോ? രണ്ടാമത്തെ കേസ് പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല, നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് അറിയും പലപ്പോഴും. അതുകൊണ്ട് നമ്മുടെ ഡിവൈസിലെ ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ കൈവഴികൾ, ഇടവഴികൾ കയറിപ്പോകാൻ അറിയാമെങ്കിൽ ഇറങ്ങിപ്പോരാനും അറിയും. നമ്മുടെ മുതിർന്നവർക്ക് പലപ്പോഴും, മധ്യവയസ്കർക്ക് പറ്റുന്നത് എന്താ അറിയോ? കണ്ണ് കണ്ട വഴിയിലൊക്കെ കയറിപ്പോകും, തിരിച്ചു പോരുമ്പോൾ ലോക്കായിട്ടുണ്ടാവില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ കുറെ അപകടമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഡിവൈസിൽ സ്വകാര്യത ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആകെ സ്വകാര്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്നൊരു നയാ പൈസയും കിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഇപ്പം നീ ഒരു വീഡിയോ ചെയ്യുന്നു വിചാരിച്ചു, അല്ലെങ്കിൽ വ്ളോഗറാണ്, നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോക്ക് നിങ്ങൾക്ക് യൂട്യൂബ് കാശ് തരില്ലേ, ഫേസ്ബുക്ക് പൈസ തരില്ലേ? എന്തിന് പൈസ കിട്ടുന്ന വിചാരം? നമ്മുടെ ഡാൻസും നമ്മുടെ ടോക്കും നന്നായിട്ടല്ല,
നമ്മുടെ ടോക്ക് കാണാൻ ഒരാൾ കയറുമ്പോൾ ഒരു ഡാറ്റ അവർക്ക് കിട്ടുന്നു. ഈ ഡാറ്റ സ്വകാര്യമല്ല, ഒരു വളരെ സ്വകാര്യമായ ഒരു മനുഷ്യന്റെ ജീവിതം ഒരു മീഡിയക്ക് കിട്ടുന്നു, പബ്ലിക് ആവുന്നിടത്താണ് പണം കിട്ടുന്നത്. അതിനാണ് പണം കിട്ടുന്നത്. അതൊക്കെ ഇതിന് ബേസിക് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, അത് മനസ്സിലാക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ ഏറ്റവും യാഥാസ്ഥികമായ ഏറ്റവും ഹീനമായ ഒരു കൃത്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ പബ്ലിക്കായിട്ടുള്ള ഒരാളെ, സിനിമയിലുള്ള ആളാവട്ടെ രാഷ്ട്രീയത്തിലുള്ള ആളാവട്ടെ, ഒരാളെ ചീത്തയാക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം ഒരു പെണ്ണ് കേസാക്കുക. ഇത് ഏറ്റവും യാഥാസ്ഥികമായ സംഗതിയാണ്. അതിനെങ്ങനെ നേരിടേണ്ടത്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ, നമ്മുടെ പൊതുപ്രവർത്തകന്മാർ കുറച്ചുകൂടി, സിനിമക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട്, കാരണം അവർക്ക് അതിന്റെ പരിശീലനം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയുണ്ട് എന്ന് പറയാലോ. ഞാൻ പറയുന്നത് ഉണ്ടെന്ന് പറയാം. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും എത്ര പേരോട് റിലേഷൻ ആവാം എന്നതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. അങ്ങനെ ഉണ്ടോ, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയാൻ പറ്റണം. അങ്ങനെയാകുമ്പോൾ എന്താണെന്നറിയോ, ഈ പരമശാലീനയായ ഒരു പാതിവ്രത്യമൊക്കെ അനുഭവിക്കുന്ന കുടുംബജീവിതത്തിന്റെ ഭാഗമായിരിക്കും ഇവൻ. അതിനെ ഭേദിക്കാൻ ഇവന് പറ്റൂല. ഇവൻ ആ അതിന്റെ ഒരു അടിമയാണ്. മാത്രമല്ല ഇവന്റെ ഭാര്യ ആയി തീരുന്ന, അങ്ങനെ ഉണ്ടല്ലോ, കുടുംബ സംവിധാനത്തിലും ആ വിശ്വാസമില്ല. ഒരു ഓപ്പൺ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ റിലേഷനൊക്കെ ആവാം. കുടുംബം ഒരു കുറെ കൂടി വിശാലമായ ഒരു സാമൂഹിക സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഭദ്രത വേറൊരു ഇഷ്യൂ ആണ്. അത് മനുഷ്യന്റെ വ്യക്തിപരം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് പലപ്പോഴും ഞാൻ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ അത്തരം കേസുകൾ നേരിട്ട ഒരാളെ ഞാൻ കണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. അത് എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചാണ് താമസിച്ചത്. ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോണ വഴിയാണ്. മഞ്ചേരിയിൽ, അപ്പൊ ആലോചിച്ച് ഓർമ്മയില്ലേ, അക്കാലത്തെ ഇടതുപക്ഷക്കാരും അങ്ങനെയുള്ള. അപ്പൊ ഈ തരത്തിലുള്ള തട്ടിപ്പ് ഒഴിവാക്കണം. നിങ്ങൾക്ക് ഒരാളെ രാഷ്ട്രീയമായി തോൽപ്പിക്കണമെങ്കിൽ അയാളെ രാഷ്ട്രീയമായി തോൽപ്പിക്കണം, അല്ലാതെ ധാർമ്മികത എന്ന് പറഞ്ഞിട്ടാവരുത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരുടെ കേസിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സൈക്കോപാത്ത് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലാത്തതൊക്കെ മാറ്റി നിർത്തേണ്ടതല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം അതാണ്. ഇതിന്റെ ഒരു രണ്ടാമത്തെ കാര്യമുള്ളത്. മൂന്നാമത്തെ ഒരു കേസ്, ഈ കേസിൽ ഇപ്പോൾ വന്നിട്ടുള്ള എന്താ, ഷിയാസ് കരീം. ഈ ഷിയാസ് കരീമിന്റെ കേസിൽ ഒന്ന്, ഭൂമിയിലെ ഏറ്റവും വലിയ പാപമായിട്ട് നമ്മൾ കണക്കാക്കണം. എന്തെന്നറിയോ, രണ്ട് മനുഷ്യർ തമ്മിൽ ആത്മബന്ധമുണ്ടെങ്കിൽ അത് സാമ്പത്തിക ചൂഷണത്തിന് ഉപയോഗിക്കരുത്. ഈ ഷിയാസ് കരീം ആവട്ടെ, എക്സ് ഓർ വൈ, അയാൾക്ക് ഏത് പെണ്ണുമായിട്ട് ഭൂമിയിൽ ബന്ധം ഉണ്ടാവട്ടെ, അവൾ പരാതിപ്പെടുമ്പോൾ അത് കേസാണ്. പരാതിപ്പെടാത്ത കാലത്തോളം 18 വയസ്സ് പൂർത്തിയായ ഒരാളാണെങ്കിൽ അത് കേസല്ല. പക്ഷേ അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഭീകരമാണ്. ഒരിക്കലും ആത്മബന്ധങ്ങളിൽ ഈ സാമ്പത്തിക ചൂഷണങ്ങൾ വരുന്നു എന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം. നാലാമത്തെ കാര്യം കൂടി പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ. ഈ BJPയും ബീഫും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രശാന്ത് സാറിന് അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടെടുത്തോളം, ഞാൻ കേരളത്തിൽ കണ്ട ഏറ്റവും കൗതുകം നിറഞ്ഞ വാർത്ത, ഒരു ചിത്രമുണ്ട്, എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ചിത്രം. കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം നമ്മളൊന്നും ജീവിതത്തിൽ കഴിച്ചാൽ തീരാത്തത്ര ബീഫ് എടുത്തു വെച്ചിട്ട് കഴിക്കുന്ന ചിത്രം ഓർമ്മയുണ്ടോ? ആ ചിത്രം വീഡിയോ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. രണ്ട്, ഉള്ളി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പേര് ഞാൻ പറയുന്നതിന് ഞാൻ അതിന്റെ സ്ട്രേറ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ഞാൻ ആരെയും രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കുന്നില്ല. രണ്ട്, ഇന്ത്യയിലെ കൊമേഴ്സ് പഠിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ അറിയോ, ഞാൻ അറേബ്യയിൽ 10 കൊല്ലം ഉണ്ടായിരുന്ന ആളാണ്. അറേബ്യയിലേക്ക് വരുന്ന ഏറ്റവും പ്രസിദ്ധമായ അൽ കബീർ എന്ന പേരിലൊക്കെയുള്ള ബീഫ് ഉണ്ട്. സംസ്കരിച്ച സംശുദ്ധമായ ബീഫ് അറേബ്യൻ മാർക്കറ്റിൽ കിട്ടും. അത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന കമ്പനി ആരുടേന്നറിയോ? വലിയ BJP നേതാക്കന്മാരുടെ. അവൻ പറഞ്ഞ ഇതൊന്നും ബീഫും ഇവരും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേട്. പക്ഷേ ഒരു 20 വയസ്സായ ഒരു കുട്ടി ഇപ്പൊ ഞാൻ ബീഫ് കഴിക്കുന്നില്ലാതെ ബീഫ് കഴിക്കുമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ബീഫ് കഴിച്ചോണ്ടിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് കഴിക്കുന്നില്ല, കുറച്ച് നാളായിട്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് അടുത്ത ചോദ്യം BJP ചേർന്നോ? എങ്ങനെയാണ് BJP? അല്ല, നിങ്ങളല്ലേ ഈ ഗോമാതാവ് ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. BJPയും ബീഫും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ബീഫിനോട് പൊതുവെ ആളുകൾക്കൊരു വിരക്തി ഉണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ എൻ്റെ കൂടെ വരണം. മലപ്പുറത്തെ കല്യാണ വീടുകളിൽ ഒരു ഭാഗത്ത് നോണെല്ലാം കിട്ടും, ബീഫും ചിക്കനും മട്ടനും ഒക്കെ കിട്ടുന്ന കല്യാണ വീടുകളിൽ ഒരു ഭാഗത്ത് ചെറിയൊരു മൂലക്ക്, കാരണം ആളുകൾക്ക് അത് പറ്റാത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിലൊക്കെ ചെറിയൊരു മൂലക്ക് കുറച്ച് ഒരു വെജിറ്റേറിയൻ സ്റ്റാൾ തുടങ്ങുമായിരുന്നു. ഇപ്പൊ വന്ന് ഈ ഡൈനിങ് ഹാളിന്റെ 3/4 ഭാഗം ഇപ്പോൾ വെജായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എന്നാലും വേഗത്തിൽ തീർന്നു പോകുന്ന വെജാ. എന്താ കാരണം എന്നറിയോ? അത് ഈ BJP ആണോ മറ്റേതാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, ആളുകൾ ഒരു ചെകുത്താനെ ഭയപ്പെടുന്നുണ്ട്. അവന്റെ പേര് കൊളസ്ട്രോൾ എന്നാ. അത്രേ ഉള്ളൂ. അത് ബീഫും BJP ഒന്നും അല്ല.
ഇത് മനുഷ്യന്റെ ആരോഗ്യബോധമാണ്. BJP ഭയമില്ലെന്ന് പറഞ്ഞ് ബീഫ് കഴിച്ചാലും പ്രശ്നമാണ്, BJP ഭയം ഉണ്ടെന്ന് പറഞ്ഞ് ബീഫ് കഴിക്കാൻ അതിലെന്ത് കാര്യമുണ്ട്? രാഷ്ട്രീയ പാർട്ടികളൊന്നും അത്തരത്തിൽ മനുഷ്യന്റെ ഒരു കാര്യം, കാരണം പ്രൈമറി ജനാധിപത്യ ബോധം എന്താ? മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഇടപെടരുത്. ഏതുവരെ? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ പൊതുവെ പറയാറുണ്ട് മദ്യപാനം പോലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ രേഖകളിലും പ്രമാണങ്ങളിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് മദ്യപിക്കാം ഏതുവരെ? അൺടിൽ ആൻഡ് അൺലെസ് അതൊരു സോഷ്യൽ ഇഷ്യൂ ആകുന്നത് വരെ. മദ്യപാനം നമ്മുടെ ഭക്ഷണത്തിന്റെ ഓരോരുത്തരുടെ ഭക്ഷണശീലമാണ്. ആലോചിച്ചു. ഇപ്പൊ യൂറോപ്യൻ നാടുകളിലൊക്കെ മദ്യപിക്കാത്തവരുണ്ടോ? ഓട്ക കഴിക്കാത്ത ഏതെങ്കിലും റഷ്യൻ ബുദ്ധിജീവിയോ വിപ്ലവകാരിയോ ഉണ്ടോ? അപ്പൊ അതല്ല പ്രശ്നം. അത് എപ്പോഴെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നം, മദ്യപിച്ചത് കൊണ്ട് സാമൂഹ്യ പ്രശ്നം പറഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും പരാതിപ്പെടാണ്ടയാകരുത്. ഇനി മദ്യത്തിന്റെ വേറൊരു തലം കൂടി അതറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. മദ്യപിക്കാതെ ഭാര്യയെ തല്ലാത്ത ഒരുത്തനും മദ്യപിച്ച് ഭാര്യയെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറ്റവാസന അവന്റെ ഉള്ളിലുണ്ടെങ്കിലേ പുറത്തു വരുള്ളൂ. മദ്യം ഇത് പുറത്തു കൊണ്ടുവരും. മനസ്സിലായില്ലേ? മദ്യപിക്കാതെ ഒരുത്തനെ തെറി വിളിക്കാത്ത ഒരുത്തനും മദ്യപിച്ച് തെറി വിളിച്ചിട്ടില്ല. മദ്യപിക്കാത്തവന്റെ ഉള്ളിൽ കവിതയാണ് ഉള്ളതെങ്കിൽ മദ്യപിച്ചാൽ അത് അനായാസം പുറത്തു വരും. സംഗീതമാണുള്ളതെങ്കിൽ അത് പുറത്തു വരും. സാഹിത്യമാണുള്ളതെങ്കിൽ അത് പുറത്തു വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രാഥമികമായ ജനാധിപത്യ ബോധം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സംഗതികളുണ്ടല്ലോ, മനുഷ്യന്റെ ഭക്ഷണക്രമം അതൊന്നും ഏതെങ്കിലും രാഷ്ട്രീയമാക്കി തീർക്കുകയെ, അതൊന്നും ഒരു തെറ്റോ ശരിയോ, അതെന്റെ ബോധ്യമാണ്, എൻ്റെ ആരോഗ്യബോധം, എൻ്റെ ശീലം. ഇപ്പോൾ ഒരു വീട്ടിൽ ഇന്നലെ ഞാനൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വയനാട്ടിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഗിരീഷിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ആ വീട്ടിലെ സ്ഥിതി എന്താണെന്നറിയോ? ഞാൻ കഴിച്ച ഏറ്റവും മനോഹരമായ ഏറ്റവും രുചികരമായ ചിക്കൻ കറി ആ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. വിളമ്പി തന്ന അവൻ്റെ വൈഫ് ബാങ്ക് ഉദ്യോഗസ്ഥയെ അവരെക്കുറിച്ച് ഗിരീഷ് പറയുന്നത് എന്താ അറിയോ? ഇവൾ ഈ ജന്മം മത്സ്യമാംസാദികൾ തൊട്ടിട്ടില്ല. അവരാണ് ഏറ്റവും നന്നായി ഉണ്ടാക്കി തരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. ഒരു വീട്ടിനകത്ത് നോൺ വെച്ചു കൊടുക്കുന്ന അമ്മ എന്ത് BJP ആയിട്ട് ഭക്ഷണത്തിൽ എന്ത് BJP? അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഭക്ഷണം മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്, മൗലികമായ അവകാശമാണ്. അതിലൊന്നും രാഷ്ട്രീയമോ മതമോ ഒന്നും കലർത്തേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഓരോ പ്രദേശത്തിന്റെ കാലാവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൂടിയാണ് കേട്ടോ ഭക്ഷണമൊക്കെ. മരുഭൂമിയിൽ ആട്ടിറച്ചി എല്ലാവരും കഴിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ ഇന്ന് വലിയ വിവാദമായ ഒരു ക്യാരക്ടറാണല്ലോ കാശ്മീർ ബ്രാഹ്മണർ എന്ന് പറയും. കാശ്മീരിലെ ആട്ടിറച്ചി കച്ചവടക്കാരാണ് ബ്രാഹ്മണന്മാര്. കാശ്മീർ പണ്ഡിറ്റ്സ് നമ്മൾ പറയും ബ്രാഹ്മിൻസ് ആണ്. കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടവും പ്രധാനപ്പെട്ട ഭക്ഷണമാണത്. അത്രയ്ക്കുള്ളൂ അതിന്റെ കാര്യം. അപ്പൊ ഇതിൽ ഈ ചങ്ങാതിമാര് കൊണ്ടുവരുന്നത് ഈ 2-3 തരം ക്രൈമാണ്. ഒന്ന്, ആത്മബന്ധമുള്ള ഒരാളെ പറ്റിക്കുക, സാമ്പത്തികമായിട്ട് പറ്റിക്കുക. ലൈംഗികമായ ചൂഷണം ഉണ്ടെങ്കിൽ, അത് ഇപ്പോൾ ഉണ്ടായതാണെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. തമ്മിൽ തെറ്റുമ്പോൾ പരാതിയായിട്ട് വരിക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണെങ്കിൽ അത് ഉന്നയിക്കാനും പാടില്ല. അത് ആ സ്ത്രീ ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. അവർ പരസ്പര ബന്ധത്തോടെ സമ്മതത്തോടെ ഇടപെട്ട ബന്ധമാണെങ്കിൽ അത് പിന്നീട് പിണങ്ങുമ്പോൾ അത് ക്രൈമായി തീരുന്നതാണ് പലപ്പോഴും കാണുന്നത്. 2, മൂന്നാമത്തെ കാര്യം, ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ഒരു രാഷ്ട്രീയക്കാരനെയോ ഒരു സിനിമക്കാരനെയോ ഒരു പൊതുപ്രവർത്തകനെയോ ആക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതും തെറ്റാണ്. അങ്ങനെ കുറെ ഘടകങ്ങൾ ചേർന്നാണ് ഷിയാസ് കരീമിന്റെ പ്രശ്നം. ഷിയാസ് കരീം ബിഗ് ബോസ് താരം, അതായത് ജിം ട്രെയിനർ ഒക്കെ ഇതുപോലുള്ള അലവലാദികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടി. കാരണം ലോകത്ത് കൊള്ളുമില്ലാത്തവനും സമൂഹത്തിൽ കൊള്ളുമില്ലാത്തവന് ഇതുവരെ ഈ പറഞ്ഞതുപോലെ പിടിച്ചു പറിക്കും, അല്ലെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന വേറെ എവിടുന്നേലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതിനൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുത്തപ്പം ഇവൻ ഏതാണ്ട് വലിയ സാധനമാണെന്നും ഇവന്റെ ഏതാണ്ട് ഉണ്ടെന്നും കണ്ടുകൊണ്ട് ഇതുപോലെ കാശുള്ളവരെ വിവരദോഷികൾ, കാരണം ഇയാള് സെലിബ്രിറ്റി അല്ലേ, അവൻ്റെ കാശ് കൊണ്ട് കൊടുത്തിട്ട് അവന് കിടന്നു കൊടുത്തിട്ട് ഈ ചെയ്യുന്ന പരിപാടി ഇവൻ വീഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുന്ന ഇവള് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവന്റെ കസ്റ്റഡിയിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരം ഇവർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോഴാണോ ഇത് പോൺ വീഡിയോ ആകുമെന്നും അല്ലെങ്കിൽ പൈസ ഇതിനെല്ലാം സാധ്യത ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഏഷ്യാനെറ്റിനകത്ത് ഇവിടുത്തെ ഒരു മഹാനടൻ നിന്നുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ വല്ലപ്പോഴുമെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു പരിപാടി, സ്ഥിരം കാണുന്നത്. ഇതിനകത്ത് വന്ന് നിൽക്കുന്ന, അപ്പൊ അതിനകത്തുനിന്ന് വന്നൊരു സാധനമായി ഇപ്പൊ BJP-കാരൻ പിടി സ്ഥാനാർത്ഥിയാക്കുന്നത് രാഹുൽ മാരാർ. അവനറിയാൻ വയ്യാത്ത വിഷയം ഈ ലോകത്തുണ്ടോ? അവന് പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് അറിയാം, അമ്മൂമ്മമാരുടെ പ്രസവം വരെ അറിയാം. അവൻ ലോകത്ത് ഏത് വിഷയത്തിലെ കാര്യം പറയാത്ത ഇവിടുത്തെ ആയുധക്കടത്തിനെ പറ്റി പറഞ്ഞ് അന്ന് അവൻ ഒളിച്ച് ഇരിക്കുമായിരുന്നു, കാരണം കേസ് വരുമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവുന്നുണ്ടോ? വിവരദോഷത്തിന് കയ്യും കാലും വെച്ച് ഇതിനകത്ത് വരുക കാശ് കിട്ടുക. കാരണം ഒരു ദിവസം ഇതിനകത്ത് ജോലി ചെയ്യുന്നവന്
കിട്ടിക്കഴിഞ്ഞാൽ 30,000 രൂപ കിട്ടും. നല്ലപോലെ അവർക്ക് താല്പര്യമുള്ളവർക്ക് 1,00,000 രൂപ വെച്ച് കിട്ടും. 10-90 ദിവസം ആകുമ്പോൾ 1 കോടി രൂപ കിട്ടും. ഇതിനകത്ത് സമ്മാനം അടിച്ചിട്ട് വെളി വന്നു കഴിഞ്ഞാൽ ഇതിനെ തൂക്കിയെടുത്തോണ്ട് പോകാൻ ആളുണ്ട്. ഇവന്റെ സാമാനം എന്തിട്ടാലും കാണാൻ നാട്ടുകാരുണ്ട്. അതിനകത്തുനിന്ന് സാറ് പറഞ്ഞ പോലെ യൂട്യൂബ് ഇതിനകത്തുനിന്ന് പൈസ കിട്ടും. അപ്പൊ ഈ ഒരു നല്ലൊരു ക്രിമിനലിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം മനസ്സിലാകുന്നുണ്ട് ഈ ഏഷ്യാനെറ്റ് പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നു. അപ്പൊ ഞാനല്ലേ എന്റെ കാഴ്ചപ്പാടാൻ പറഞ്ഞു. ഇന്നത്തെ ഷിയാസ് കരീം ഇവനെ ആരാ ബീഫിൻ എന്താണ്ട് അവനെ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഏഷ്യാനെറ്റാണോ? ഇവന് പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവനൊരു ഫ്രെയിം ഉണ്ടാക്കി അവനെ ഒരു സെലിബ്രിറ്റി ആക്കി കൊടുത്ത ഏഷ്യാനെറ്റാണോ? അതിന് ബിഗ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടാക്കി ഈ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ആർക്കെങ്കിലും കാണാൻ കൊള്ളാവുന്ന പരിപാടിയാണ്. അല്ലല്ല, നമ്മൾ കുറ്റപ്പെടുന്നില്ല. ചാനലിനെ എന്താ കുറ്റപ്പെടുന്നത്? ജനങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തോ. ജനങ്ങൾക്ക് താല്പര്യമുള്ളതല്ല സാർ. ജനങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ മൊബൈൽ ഫോൺ ആവശ്യമില്ലാതെ ഉപയോഗിക്കാൻ തരപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്ന് ഡോക്ടർമാർ പറയുന്നതും മുതിർന്നവരും പറയുന്നതിനകത്ത് കാര്യം എന്തോ, നമ്മൾ സ്ഥിരമായിട്ട് റേറ്റിംഗ് ഉള്ള മാന്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിനകത്ത് നമ്മളത് നോക്കുമ്പോൾ ഇതുപോലെ മോശമായിട്ടുള്ള പരിപാടി സ്ഥിരമായിട്ട് ഒളിച്ചു നോക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് അഡിഷൻ വരും. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു സംസ്കാരമുണ്ട്. ജാതിയുടെ മതത്തിന്റെ സംസ്കാരമല്ല, നമുക്ക് മൊത്തത്തിലുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരത്തെ വളരെ കൃത്യമായിട്ട് ഇതുപോലുള്ള സാമൂഹികരെ വെച്ചിട്ട് അതാണ് ശരി, അവനാണ് സെലിബ്രിറ്റി, അവന്റെ പുറകിൽ പോകണമെന്നുള്ള രീതിയിലൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ അതിന്റെ ഒരു അജണ്ട ഉണ്ട്. അത് നമ്മളുടെ ആ ചാനലിന്റെ അജണ്ടയല്ല, ഒരുപക്ഷെ വെളിയിരുന്ന് കടത്തിക്കൊണ്ടുവരുന്ന അജണ്ട പോലും ആകുമെന്ന് വിചാരിക്കുന്ന രീതി. നമുക്ക് അമേരിക്കൻ സംസ്കാരം ഇവിടെ കുറെ നാളുകൊണ്ട് ആൾക്കാർ എടുത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കാരണം കല്യാണം, ഇപ്പോഴത്തെ ഈ ഒരു കല്യാണം കഴിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന അതാരാ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടുത്തെ ഒരു കുടുംബ സംസ്കാരത്തെ തകർക്കുന്നതിന് വേണ്ടി അമേരിക്ക അജണ്ട വെച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് ഇപ്പം വെളി വരുന്നത്. പക്ഷേ അമേരിക്ക എത്രയോ കാലം കൊണ്ട് ഇന്ത്യക്കകത്ത് ഭാര്യ ഭർത്താവ് ബന്ധവും ഇവിടുത്തെ കുടുംബ സംവിധാനവും അതേ രീതിയിൽ വാർത്തെടുക്കാൻ അവിടുത്തെ ജനത്തിനെ ശീലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സാറിന് അറിയോ? ഇതിന്റെ പഠനം. അപ്പം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം, അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് പോയി കാശ് പോയിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് മേടിക്കാന്നുള്ളൂ, അത് വേറെ മാർഗമൊന്നും. ഇവന് പലതും പറയും, ഇനിയും പറയും, നാളെ ഇറങ്ങിയിട്ടും പറയും, കേൾക്കാനും ആളുണ്ടാവും, ഇതുപോലത്തെ പെണ്ണുങ്ങളും ഉണ്ടാവും. ഇതിനൊക്കെ കുറെ കാശുണ്ടായി പോയത് കൊണ്ട് 65 ലക്ഷം രൂപ കൊടുത്തു. അല്ലാതെ ബോധവും വിവരവും ഉള്ള ആളായിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് അവന് അവസരം മുതലാക്കി അവന് ഇത്ര വലിപ്പത്തിൽ, നേരത്തെ ഈ പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു, ഇത്ര വലിപ്പത്തിൽ ചെയ്യാനുള്ള അവസരം ഏഷ്യാനെറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായം.